ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസിന് തീപിടിച്ചു. 40 യാത്രക്കാരുണ്ടായിരുന്ന ബസ്സിൽ നിന്ന് 11 പേരെ രക്ഷപ്പെടുത്തി. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, എപ്പോഴായിരുന്നു അപകടം? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, പുലർച്ചെ 3:30 ഈ അപകടം ഉണ്ടായത്. കർണാടക ആന്ധ്രാപ്രദേശ് ബോർഡറായിട്ടുള്ള കർണൂലിലാണ് ഈ അപകടം. ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിനാണ്, കാവേരി ബസ്സിനാണ് തീ പിടിച്ചത്. പെട്ടെന്ന് ആ തീ പടരുകയായിരുന്നു. ഈ ബസ്സിൽ 40 യാത്രക്കാരുണ്ടായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസൊക്കെ പങ്കുവെക്കുന്ന വിവരം. ഇതിൽ 15 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് നാട്ടുകാർ ഈ തീ പിടിക്കുന്നത് കണ്ടു. അവിടെ ഒരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പെട്ടെന്ന് നാട്ടുകാരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പലരും ഈ ഗ്ലാസ് വിൻഡോയാണ്, അതൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ നിരവധി പേർ മരിച്ചതായുള്ള സൂചനയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഈ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാവരും ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്കാർക്കും അങ്ങനെ എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത് ഈ ബസ്സിൽ പെട്ടെന്ന് തീ പിടിച്ചു. അതായത് എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. അത് ബസ് മുഴുവൻ ആയും തീ പെട്ടെന്ന് തന്നെ പടർന്നു. അതാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ എത്തി ആ തീ അടച്ചു. പക്ഷേ ഈ ബസ് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൃത്യമായി എത്ര യാത്രക്കാർ മരിച്ചു എന്നതിൽ കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്തായാലും 10-ലേറെ പേർ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 15 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബസ് അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ, ബംഗളൂരുവിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.